മോർണിംഗ്. ഇന്ന് മോർണിംഗ് വൈബ് ഒരു ചെറിയ സന്ദേശമായിട്ട് മതി. സന്ദേശം ഒരു വാച്ചിൻ്റെ കഥയാണ്. റിസ്റ്റ് വാച്ച് സമ്പന്നർ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് കുടുംബത്തിൽ സാമ്പത്തിക ശേഷി നല്ല ഉയർന്ന ഗതിയിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രം കയ്യിൽ വാച്ച് കെട്ടി നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നല്ല ഇതേമാതിരി സമ്പത്തുള്ള വീട്ടിൽ നിന്ന് കയ്യിൽ വാച്ച് കെട്ടി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂമിലത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഈ വാച്ച് കെട്ടി വരുന്ന പയ്യൻ്റെ വാച്ച് കണ്ടിട്ട് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിക്ക് വളരെയധികം അതിനോട് ആഗ്രഹം തോന്നിയിട്ട് അദ്ദേഹം ആ കൂട്ടുകാരനോട് ചോദിച്ചു, സുഹൃത്തെ, എനിക്ക് ഒന്ന് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് വാച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ വാച്ചിൻ്റെ ഉടമ പറഞ്ഞു, ഞാൻ ആർക്കും കൊടുക്കില്ല, എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് ആർക്കും ഒന്ന് കെട്ടാൻ കൊടുക്കുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മാനസിക പ്രയാസം ഉണ്ടാവുകയും ഇദ്ദേഹം ആ വാച്ച് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കെട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വാച്ചൊന്ന് ഊരി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ വാച്ച് ആഗ്രഹിച്ച പയ്യൻ ആ വാച്ച് മോഷ്ടിച്ച് പോക്കറ്റിലിടും. മറ്റേ വാച്ചിൻ്റെ അവകാശം തിരിച്ചു വരുമ്പോൾ വാച്ച് കാണാതായപ്പോൾ വളരെയധികം വിഷമവും വേദന കൂടിയിട്ട് മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ക്ലാസ് റൂമിൽ പരാതി കൊടുക്കും. പരാതി കിട്ടിയ ഉടനെ മാഷ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് റൂമിലുള്ള മുഴുവൻ കുട്ടികളോടും പറഞ്ഞു, വാച്ച് ആരാ എടുത്തിട്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട, മാഷ് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് ഓരോ കുട്ടികളുടെ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് പരിശോധിച്ച് തുടങ്ങി. പരിശോധിച്ച് ഇടയിലെത്തിയപ്പോൾ ഒരു പയ്യൻ്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുക്കുകയും വാച്ച് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കുട്ടികളുടെ പോക്കറ്റും മാഷ് തപ്പിയിട്ട് മുഴുവൻ കുട്ടികളുടെയും പോക്കറ്റ് തപ്പുകയും വാച്ചിൻ്റെ ഉടമയ്ക്ക് വാച്ച് തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് സന്തോഷവാനാക്കി. ഈ വാച്ച് മോഷ്ടിച്ച പയ്യനാണെങ്കിൽ അതേസമയം വളരെയധികം കിട്ടാവുന്ന ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വളരെയധികം ഭയവും വിഷമവും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വാച്ച് മാഷ് ഉടമയ്ക്ക് തിരിച്ചു കൊടുത്തിട്ടും ഈ വാച്ച് മോഷ്ടിച്ച പയ്യനെ ചീത്ത പറയുകയോ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യാതെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോവുകയും ആ മോഷ്ടിച്ച പയ്യൻ അന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തു, പ്രിക്കോഷൻസ് എടുത്തു. ഇത്രയും നല്ല ഒരു ഗുരുനാഥൻ എന്നെ വഴക്ക് പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാത്തൊരു ഗുരുനാഥൻ എനിക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് ഞാനും ഇതുപോലൊരു നല്ല മാഷാവും എന്ന് പ്ലാൻ ചെയ്തിട്ട് പിൽക്കാലത്ത് വലിയൊരു വിദ്യാഭ്യാസം കൊടുക്കാവുന്ന ഒരു മാഷായി മാറുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാത്രമധ്യേ ഇദ്ദേഹത്തെ പഠിപ്പിച്ച മാഷിനെ കണ്ടുമുട്ടുകയും ആ മാഷിൻ്റെ അടുത്ത് കണ്ട സന്തോഷത്തിൽ ഓടി ചെന്നിട്ട് പരിചയം പുതുക്കുമ്പോൾ മാഷിന് ഇദ്ദേഹത്തെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ആ പഴയ ഒരു കഥ മാഷിന് പറഞ്ഞു കൊടുക്കുന്നു. മാഷെ, അന്നിങ്ങനെ വാച്ച് മോഷ്ടിച്ചിട്ട് മാഷ് പിടിച്ചില്ലേ, അത് ഞാനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ മാഷ് തിരിച്ചു പറയാണ്, അത് ആ വാച്ച് മോഷ്ടിച്ചത് ആരാന്ന് മാഷിനെ അറിയില്ലായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിർത്തിയിട്ടാണ് മാഷ് പോക്കറ്റ് പരിശോധിച്ചത്. അത് നിങ്ങളെ കണ്ണടച്ച് നിർത്തി പരിശോധിക്കുമ്പോൾ മാഷും കണ്ണടച്ചിട്ടാണ് അത് പരിശോധിച്ചിരുന്നത് എന്ന് പറയുന്നു. അതായത് എൻ്റെ മുമ്പിൽ ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടി എൻ്റെ മുമ്പിൽ നാളെ മോശമായിട്ട് വരരുത് എന്നുള്ള ആ വിശാല ഹൃദയത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടോടുള്ള ആ മാഷിൻ്റെ ആ ഒരു സംഗതിയില്ല, ആ ഒരു കുട്ടികളോടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിഗണന, അവരുടെ കൊടുക്കേണ്ട ശിക്ഷണം, അതാണ് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇല്ലാണ്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആ മാഷാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നുള്ളത്, അതിൻ്റെ വിവിധ രൂപത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ആവട്ടെ എന്നാണ് ഇന്നത്തെ മോർണിംഗ് സന്ദേശം.